ഹല്ലേലൂയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം. ഇന്ന് നമ്മളോട് കൂടെ കുവൈറ്റിൽ നിന്നുള്ള വിനോദ് ടി ജേക്കബ് ഉണ്ട്. അദ്ദേഹം ഒരു സംഗീത അധ്യാപകനാണ്. നൂറുകണക്കിന് കുഞ്ഞുങ്ങളെ സംഗീതം പഠിപ്പിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് ക്രൈസ്തവ സംഗീത രംഗത്ത് തൻ്റെതായ ഒരു സംഭാവന നൽകിയിട്ടുള്ള അനുഗ്രഹീതനായ ഒരു കലാകാരൻ. സുപ്രസിദ്ധമായ മാരമൺ കൺവെൻഷനിൽ ഏകദേശം 11ഓളം ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അതിൽ 5 ഗാനങ്ങൾ അദ്ദേഹം സംഗീതം ചെയ്തതും 6 ഗാനങ്ങൾ അദ്ദേഹം തന്നെ എഴുതി ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളുമാണ്. അനുഗ്രഹീതമായ ആ ഗാനങ്ങൾ ക്രൈസ്തവ കൈരളിക്ക് വളരെ അഭിമാനത്തോടെ ഏറ്റുപാടുവാൻ പറ്റുന്ന മനോഹരമായ ഗാനങ്ങളുമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ, ദൈവം അദ്ദേഹത്തെ നടത്തിയ വിധങ്ങൾ, പ്രത്യേകിച്ച് ഈ ക്രൈസ്തവ സംഗീത രംഗത്തും മാത്രം പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് ഉണ്ടായ പ്രചോദനം, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളോട് അദ്ദേഹം സംസാരിക്കും. ഒപ്പം തൻ്റെ ജീവിതാനുഭവങ്ങൾ, തൻ്റെ ദൈവികമായ ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നു. കേൾക്കാം വിനോദ് ടി ജേക്കബിനെ. 40 വർഷത്തോളമായി പ്രവാസ ജീവിതം നയിക്കുന്നു അല്ലേ? മടങ്ങി നാട്ടിൽ വരണം എന്നൊരു തോന്നലുണ്ടായിട്ടില്ലേ? ഇതുവരെ അങ്ങനെ ആയിട്ടില്ല. കാരണം ഒന്ന്, കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്. 2 മക്കളാണ്. മകന് 31 വയസ്സ്, മോക്ക് 16 വയസ്സ്. അതായത് മകനുണ്ടായിക്കഴിഞ്ഞ് 14 വയസ്സിന് ശേഷമാണ്, വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്കൊരു മോളുണ്ടായി. അവളിപ്പോൾ 12th അപ്പോൾ എങ്ങനെയൊക്കെ പോയാലും അവിടെ പഠിത്തം കൂടെ, കാരണം കുവൈറ്റ് പോലുള്ള വിദേശ രാജ്യത്ത് 12ാം ക്ലാസ് വരെ അവർക്ക് പഠിക്കാൻ പറ്റും. മുന്നോട്ടുള്ള കോഴ്സിന് എന്തായാലും അവിടെ നിന്ന് തിരിച്ചു പോരണം. അപ്പോൾ ആ സമയത്തെങ്കിലും ഒരു റിട്ടയർമെൻറ്റിനെ പറ്റി ആലോചിക്കാമെന്നാണ് കുടുംബം. പക്ഷേ സംഗീതത്തിൻ്റെ വളർച്ചയ്ക്ക് എനിക്കിപ്പോൾ ഏറ്റവും സന്തോഷം തോന്നുന്നത് കുവൈറ്റ് പോലുള്ള ഒരു പ്രദേശമാണ്, പ്രത്യേകിച്ച് ക്രൈസ്തവ സംഗീതം മാത്രമായിട്ട് ബേസിക് ചെയ്യുന്നത്. സാർ എന്തുവാ ശരിക്ക് ഈ കുവൈറ്റിൽ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ക്രിസ്തീയ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് സാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുവാ? സാർ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പല കുടുംബങ്ങളിലും കുഞ്ഞുങ്ങളെ പാട്ട് പഠിപ്പിക്കണമെന്നൊരു ആഗ്രഹത്തോടെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് കൊണ്ട് ചേർക്കുന്നു. അവർ ബേസിക്കലി വരിശകളൊക്കെ പഠിക്കുന്നു. വരിശകൾ പഠിച്ച് ഗീതം, വർണ്ണം, കീർത്തനം ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളതെല്ലാം ഈ ഹൈന്ദവ ദേവസ്തുതികൾ. അപ്പോൾ ആ ഒരു പോർഷൻ വരുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇത് വീട്ടിൽ പോയിരുന്നു പാടാനും, അത് രാവിലെ എഴുന്നേറ്റ് സാധകം ചെയ്യുമ്പോൾ ഇത് പാടുമ്പോൾ വീട്ടിലെ അവരുടെ കുടുംബ പശ്ചാത്തലവും വിശ്വാസവുമായിട്ട് ഇത് ചേർന്ന് പോകുന്നു. അങ്ങനെ ഒത്തിരി പേര് പറഞ്ഞു, ഞങ്ങൾക്ക് സാറേ ഞങ്ങൾ നിങ്ങൾ വരിശകൾ വരെയൊക്കെ പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ക്രിസ്ത്യൻ ഡിവോഷനിൽ മാത്രം, കർണാടക സംഗീത രാഗങ്ങളിലുള്ള ക്രിസ്ത്യൻസ് ഡിവോഷൻസ് ഒത്തിരി ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ആ ഒരു പേരൻസിൻ്റെ ആവശ്യം കൂടെ അങ്ങനെയാണ് ഞാൻ ഈ കഴിഞ്ഞ വർഷം കുവൈറ്റിൽ വോയിസ് ഓഫ് ജോയ് എന്നൊരു മ്യൂസിക് ക്ലാസ് തുടങ്ങി. അവിടുത്തെ സ്കൂളിൽ വെച്ചാണ് ക്ലാസ്. എല്ലാ സഭകളും, സത്യം പറഞ്ഞാൽ എല്ലാ സഭകളും ഉണ്ട്. മർത്തോമായ എന്നുണ്ട്, യാക്കോബായ എന്നുണ്ട്, ഓർത്തഡോക്സ് എന്നുണ്ട്, ജ്ഞാനായ എന്നുണ്ട്, ഇവാഞ്ചലിക്കൽ എന്നുണ്ട്, കാത്തോലിക്കരുണ്ട്, ബ്രദറുകാരുണ്ട്. പെന്തക്കോസ്ത് സഭയിൽ മിക്കവാറും എല്ലാ സഭയിൽ നിന്നുള്ള കുഞ്ഞുങ്ങളുമുണ്ട്. ആ സഭകളിലെ കുഞ്ഞുങ്ങൾക്ക് ഒരുമിച്ച് വന്ന് അവരെ ബേസിക്കലി ഈ പാട്ട് സ്വരസ്ഥാനം ശരിയാക്കി അവരുടെ ആ ടാലൻറ്റിനെ ഒന്ന് പരമാവധി പോളിഷ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രിസ്ത്യൻ ഡിവോഷനിൽ നല്ല ക്രിസ്തീയ രാഗങ്ങൾ ബേസ് ചെയ്ത് നല്ല പാട്ടുകളുണ്ട്. അത് പഠിപ്പിച്ച് മുന്നോട്ട് പോകും. അവർക്കും അതേ ഉള്ളൂ. അവരൊരു സർട്ടിഫിക്കറ്റ് ഒന്നും അല്ല ഇവരും പ്രതീക്ഷിക്കും. ഈ ഒരു കുഞ്ഞ് ഏതെങ്കിലും ഒരു വേദിയിൽ കയറി നിന്ന് നന്നായിട്ട് പാടാം. ഞാനിപ്പോൾ പഠിപ്പിക്കാൻ തന്നെ അവരെ മൈക്ക് ഉപയോഗിച്ച് ഒറ്റയ്ക്ക് പാടാൻ കഴിവുള്ള കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ എവിടെയെങ്കിലും ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ അവർക്ക് പറ്റുന്ന ബുദ്ധിമുട്ടാവും. ലാംഗ്വേജ്, മലയാളം, ഇംഗ്ലീഷ് ഏത് പാടണം. അപ്പോൾ അവൻ്റെ ടാലൻ്റ് അനുസരിച്ച് ആ കുഞ്ഞിനെ പരമാവധി അവൻ്റെ പേഴ്സണാലിറ്റിയും ധൈര്യവും കോൺഫിഡൻസ് ലെവലും വർദ്ധിപ്പിക്കാനുള്ള സ്റ്റേജ് ഫിയർ മാറ്റി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു. സാറിൻ്റെ ഒരു പശ്ചാത്തലം എന്തുവാ ശരിക്കും ഈ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു പശ്ചാത്തലം? സാറേ, ഞാൻ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ജനനം പത്തനംതിട്ടയിലെ എലന്തൂരാണ്. എലന്തൂർ എന്ന് പറയുമ്പോൾ എലന്തൂരിന് ഒത്തിരി പാരമ്പര്യമുള്ള ഒരു സ്ഥലം. ഗാന്ധിജി വന്ന സ്ഥലം എല്ലാം ഏറ്റവും കൂടുതൽ പള്ളികളുള്ള സ്ഥലം. മാത്രമല്ല ഈ ക്രൈസ്തവ സംഗീത രംഗത്ത് ടി കെ ശ്യാമൽ സാറിന്റെ ഒരു പാരമ്പര്യം ഉണ്ട്. അതൊരു വലിയ പ്രധാനപ്പെട്ട. അതെ, അതുപോലെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അച്ഛന്മാരുള്ള ഒരു സ്ഥലം, ഏറ്റവും കൂടുതൽ പള്ളിയുള്ള സ്ഥലം. പക്ഷെ ഇതൊന്നും അല്ലായിരുന്നു എലന്തൂരിനെ പ്രസിദ്ധമാക്കിയത് ഈ അടുത്ത കാലത്ത് നരബലി വന്നപ്പോഴാണ്. ഇത്രയും പ്രശസ്തമാണെങ്കിലും ഇത് വേണ്ടി കുപ്രസിദ്ധമാകേണ്ടി വന്നിരുന്നു ഒരൊറ്റ നിമിഷം കൊണ്ട് എലന്തൂര്. അതൊരു ഭാഗം. കഴിഞ്ഞ ദിവസം ഈ മാരമൺ കൺവെൻഷൻ പങ്കെടുത്തപ്പോഴേ മാരമൺ മർത്തോം പള്ളിയിലല്ലേ അംഗമായിരിക്കുന്നത്?
അല്ല, ഞാൻ ഇലന്തൂർ സോറി, എലന്തൂർ മർത്തോമ. അല്ല, എലന്തൂർ മർത്തോമ പള്ളിയിൽ നിന്ന് എത്ര അച്ഛന്മാരുണ്ടെന്ന് ആരോ സംസാരിച്ചപ്പോൾ ഏകദേശം 23 24 അച്ഛന്മാർ അല്ലേ? എനിവേ, അപ്പം ആ സംഗീത സാഹചര്യങ്ങളൊക്കെ ഉള്ള ഒരു ദേശത്ത് ജനിച്ചു വളർത്തപ്പെട്ടു. എനിവേ, എന്താണ് എങ്ങനെയാണ് ഈ സംഗീത രംഗത്തേക്ക് വരുന്നത്? അത് ശരിക്കും പറഞ്ഞാൽ 10ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോഴാണ് ഒരു പാടാൻ കഴിവുണ്ട് എന്നൊരു തോന്നൽ. അപ്പം ഞാൻ വളർന്നു വന്നത് ഇലന്തൂർ മാർത്തോമ വലിയ പള്ളി ഗായക സംഘത്തിലൂടെയാണ്. ഗായക സംഘത്തിലൂടെ വളർന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു ലെവലിലൂടെ കൂടാം ഈ മാരാമൺ കൺവെൻഷൻ ഗായക സംഘത്തിൽ. അത് ശരിക്കും പറഞ്ഞാൽ ഈ മാർത്തോമ സഭയിലെ ഒരു ഗായകൻ്റെ ഒരു വലിയ അഭിലാഷം, ഒരു വർഷമെങ്കിലും മാരാമൺ കൺവെൻഷൻ കോയർ പാട്. അങ്ങനെ ഞാൻ കൺവെൻഷൻ കോയറിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ സഭയുടെ സംഗീത വിഭാഗമായ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സീക്രട്ട് മ്യൂസിക്കിൻ്റെ അവരുടെ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു, സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ആയിട്ട്. അങ്ങനെ വളർന്നു വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് നാട്ടു വിട്ട് ജോലി സംബന്ധമായിട്ട് ബോംബെ പോയിട്ട് പിന്നെ തിരിച്ചു വന്ന് കല്യാണം കഴിച്ചു 92-ൽ. കല്യാണം കഴിഞ്ഞ് നേരിട്ട് ഷാർജയ്ക്ക്, അന്ന് വൈഫ് മാതാപിതാക്കളൊക്കെ ആയിട്ട് ഷാർജയിലായിരുന്നു. അവിടെ നിന്ന് ഷാർജ മാർത്തോമ പള്ളിയുടെ അസിസ്റ്റൻറ്റ് കോയർ മാസ്റ്ററായി 2000 വരെ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ജോലി നഷ്ടപ്പെട്ട് തിരിച്ച് കുവൈറ്റിൽ പോയി. അപ്പോൾ കുവൈറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ്, കുവൈറ്റിൽ ചെന്ന വർഷം ഇപ്പം ജോലിക്ക് ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ബോസ് ഒരു ഐറിഷ് സായിപ്പായിരുന്നു. സായിപ്പ് എൻ്റെ ഒരു പത്രം കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഇതൊന്ന് വായിച്ചു നോക്കും, കുവൈറ്റിനെ പറ്റി ഒന്ന് പഠിക്കാൻ. അപ്പോൾ ഈ വലിയ വാർത്തയുണ്ട്, അതിനിടയ്ക്ക് ഒരു കൊച്ചു കോളമുണ്ട്, ഇളയരാജ ഡ്യൂ ഇൻ കുവൈറ്റ്, യങ് ടാലൻസ് ആർ ഇൻവൈറ്റഡ് ടു അപ്ലൈ ഫോർ ദി ഇളയരാജ അവാർഡ് ഓഫ് 2003. ഇളയരാജ കുവൈറ്റ് വരുന്നു, താല്പര്യമുള്ള യങ് ടാലൻസിനെ ഗാനങ്ങൾ പാടുവാനായിട്ട്. അപ്പോൾ ഞാൻ ചെന്നതേ ഉള്ളൂ. അതിൻ്റെ അടിയിൽ ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ഫോൺ നമ്പറിൽ ഞാൻ വിളിച്ചു. അപ്പോൾ അവരെന്നോട് ഓഡിഷന് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ആ സ്ഥലമൊന്നും അറിയത്തില്ല. ഞാൻ ഓഡിഷൻ ചെന്നപ്പോൾ സാറേ ഇതുപോലെ മാവേലി സ്റ്റോറിലേക്ക് ഉള്ള പോലെ ക്യൂ നിൽക്കുക. 8 മണിക്ക് ഞാൻ ചെന്ന്, എന്നെ 4 മണിക്കാണ് പാട്ട് പാടാൻ വിളിക്കുന്നത്. അപ്പോൾ സാറിന് അറിയില്ല എന്താണ്. അപ്പോൾ മറ്റുള്ളവരെ പോലെ അല്ല, എനിക്ക് ദേശം അറിയത്തില്ല. ലൈനിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ തിരിച്ചോട്ട് നിൽക്കാൻ പറ്റില്ല. വെള്ളം പോലും കുടിക്കാതെ 4 മണി വരെ അവിടെ നിന്നു. പാടാൻ വിളിച്ചു. ഒറ്റ വരി അവരെന്നെ പാടിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു മതി, വെറുതെ ഇനിയും ഇയാളെ പാടിച്ചിട്ട് കാര്യമൊന്നുമില്ല, മനസ്സിലായല്ലോ, ജസ്റ്റ് പോകുന്നു, പ്രതീക്ഷയൊന്നും ഇല്ലെങ്കിൽ പോലെ. അപ്പം ഒരാഴ്ച കഴിഞ്ഞ് അവർ വിളിച്ചതുപോലെ അവർ ഇൻ്റർവ്യൂ ചെയ്തതിൽ, ഓഡിഷൻ ചെയ്തതിൽ 16 പേരെ അവർ സാറിൻ്റെ മുമ്പിൽ പാടാനായിട്ട് സെലക്ട് ചെയ്യും. അതുകൊണ്ട് നീ ഇനി പാട്ട് കൊടുക്കുക, പ്രാക്ടീസ് ഉണ്ടാകുന്നതുകൊണ്ട്. അങ്ങനെ ഞാൻ ആ പ്രോഗ്രാമിൽ പോയി സാറിൻ്റെ മുമ്പിൽ പാടേണ്ടി വന്നു. 16 പേര് പാടിയതിൽ ആദ്യത്തെ 3 പേർക്ക് അവർ ഇളയരാജ അവാർഡ് ഓഫ് 2003 കൊടുക്കുന്നതായിട്ട് പറഞ്ഞു. ആദ്യത്തെ വിളിച്ചു ഒരു നമ്മുടെ പിന്നീട് ഐഡിയ സ്റ്റാർ സിംഗറിലുണ്ടായിരുന്നു ഒരു നീലിമ ഡൊമിനിക്കൻ. അത് കഴിഞ്ഞ് വേറൊരാൾ വന്നു, സെക്കൻഡ് കഴിഞ്ഞിട്ട് 3 ഞാൻ പോരാൻ വേണ്ടി ഇങ്ങനെ ഓഡിറ്റോറിയത്തിൻ്റെ പടിഞ്ഞാറ് നിൽക്കുമ്പോഴാണ് 3rd പ്രൈസ് ഗോസ് ടു വിനോദ് ടി ജേക്കബ് എന്ന് പറഞ്ഞ് ഞാൻ ഓടിച്ചു തന്നു. അവാർഡ് വാങ്ങിച്ചു. വലിയൊരു ഭാഗ്യമായിരുന്നു. ഇളയരാജയിലെ പോയ സാറേ, ഏഷ്യക്കാരനെ ലോകം അംഗീകരിച്ച ഒരു സംഗീത സംവിധായകനാണ് സാർ. അപ്പോൾ അവിടെ പോയി സാറിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് അവാർഡ് വാങ്ങിച്ചു പോന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു ടൈറ്റിലായി ഇളയരാജ അവാർഡ് വിന്നർ. കുവൈറ്റിലൊക്കെ ഇഷ്ടംപോലെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഇഷ്ടംപോലെ, വലിയ നമുക്ക് സാമ്പത്തിക പ്രയോജനമൊന്നും ഇല്ലെങ്കിലും ഈ പ്രോഗ്രാം സ്റ്റേജ്. അങ്ങനെ ഒരിക്കൽ ഞാൻ ഒരു സ്റ്റേജിൽ പാടി, ഏതോ സിനിമ പാട്ട് പാടി ഡാൻസ് ചെയ്തൊക്കെ ഇറങ്ങി വരുമ്പോൾ ഒരു പൊടിക്കുഞ്ഞ് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അവളെ കൊണ്ടുവന്ന് അവിടെ അമ്മ, വളരെ ചെറുപ്പക്കാരി, 20 വർഷം മുമ്പല്ലേ, അമ്മയുടെ മുന്നിൽ കൊണ്ടുവന്നതിൽ പറഞ്ഞു, അമ്മ ഇതെൻ്റെ സൺഡേ സ്കൂൾ സാറാണ്. സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നത് ആ വർഷമാണ് സൺഡേ സ്കൂൾ അധ്യാപകനായത്. 2 മാസമായുള്ളൂ. അപ്പോൾ ആ അമ്മ എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ ഒന്ന് സൂക്ഷിച്ച് നോക്കി, ഒന്നും പറഞ്ഞില്ല. പക്ഷെ അവളുടെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാവുന്നൊരു ഭാവം ഉണ്ടായിരുന്നു. ഇങ്ങനെ സിനിമാ പാട്ടും പാടി കൂത്താടി നടക്കുന്നത് നീയാണോ എൻ്റെ കുഞ്ഞിനെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നത് എന്നൊരു ചോദ്യം അവരുടെ മുഖത്ത്. അതിനകത്ത് എനിക്ക് ഒത്തിരി സങ്കടം വന്നു. ഫസ്റ്റ് ഞാൻ നെടുമ്പാട് വീണ് പ്രാർത്ഥിച്ചതിനെ 2 തീരുമാനങ്ങളിൽ ഒന്നെടുക്കാൻ എന്നെ സഹായിക്കണം. ഒന്ന്, ഞാൻ ഈ സെക്യുലർ സംഗീതം വിട്ടിട്ട് സൺഡേ സ്കൂൾ അധ്യാപകനായിട്ട് തുടരാം. അല്ലെങ്കിൽ എനിക്ക് രണ്ടാമത്, ഞാൻ ഇങ്ങനെ കണ്ണടച്ചൊക്കെ കാണിച്ച് എനിക്ക് ഇഷ്ടമുള്ളത് തൽക്കാലം സൺഡേ സ്കൂൾ അധ്യാപകനെങ്കിൽ വിടാം, ഞാൻ ഈ സിനിമ പാട്ടൊക്കെ ഒന്ന് പാടി നടന്നോട്ടെ. പക്ഷെ അതിനകത്ത് കർത്താവിനെ തോന്നിച്ചു, നിനക്ക് വേണ്ട, എനിക്ക് വേണ്ടി മാത്രം പാടിയാൽ മതി. അങ്ങനെ 2004 ശേഷം ഞാൻ പിന്നെ ഒരിക്കലും ഒരു വേദിയിലും സിനിമ പാട്ട് പാടിയില്ല. സ്റ്റിൽ ഐ എം എ സൺഡേ സ്കൂൾ ടീച്ചർ എന്ന് ചോദിച്ചു. ഓക്കെ. അപ്പം ഈ ഒരു സംഗീതജ്ഞനാകുക, ആ ഒരു പ്രൊഫഷണൽ സംഗീതജ്ഞനാകുക എന്നുള്ളൊരു സ്വപ്നം ചെറുപ്പത്തിലുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഇഷ്ടമായിരുന്നു. അങ്ങനെ പാട്ട് കുഞ്ഞിലെ തൊട്ട് പാടുമായിരുന്നു. പക്ഷെ നമുക്കൊരു കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. ഈ ഇലന്തൂർ മാർത്തോമ വെല്ലുവിളി കൊയറി കയറിയപ്പിനാണ് അങ്ങനെ പാടാൻ പറ്റുന്നുണ്ട് എന്നൊരു തോന്നലുണ്ടായിരുന്നു. പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല.
ഈ സിനിമാ സംഗീതം പലരും പറഞ്ഞു ദൈവത്തിന് അങ്ങനെ ഒരു സംഗീതമുണ്ടോ, ക്രിസ്തീയ സംഗീതം ഒന്ന് മാത്രമുണ്ടോ. ഞാൻ പറഞ്ഞു ഉണ്ടാവില്ല, ഒന്നും എനിക്കറിയത്തില്ല. എനിക്ക് ഒരു കാര്യം മാത്രം, എൻ്റെ മക്കളാണെങ്കിലും സിനിമ പാട്ടൊക്കെ പാടും, വീട്ടിലിരുന്നാലും ഞാൻ ഇന്നുവരെ അവരോട് നോ പറഞ്ഞു. ഇതെൻ്റെ ഒരു തീരുമാനമാണ്. പണ്ട് പറഞ്ഞ പോലെ നീ ആരെ വേണേ സേവിച്ചു, ഞാനും എൻ്റെ കുടുംബം. നീ അന്യ ദൈവങ്ങളെ നീ അന്യ ദൈവങ്ങളെ സേവിച്ചു, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഞാനും എൻ്റെ കുടുംബവും നിങ്ങൾ പാടുന്ന പാടിക്കും, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. അങ്ങനെ ഇരിക്കും. അങ്ങനെ പിന്നെ ക്രിസ്തീയ സംഗീത രംഗത്ത് മാത്രം നിൽക്കാൻ തീരുമാനിച്ചതുകൊണ്ട് ഒത്തിരി അവസരങ്ങൾ നഷ്ടപ്പെട്ട് കാണുമല്ലോ. അത് തീർച്ചയായിട്ടും നഷ്ടമായതുകൊണ്ട് പലരും അത് കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഒരു പാട്ട് പാടിയപ്പോരായോ, അതുകൊണ്ട് എന്തോ ആകാശം ഒടിഞ്ഞു വീഴുമോ, നിന്റെ വിശ്വാസം മാറുമോ. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒന്നുമില്ല. എൻ്റെ ഒരു തീരുമാനം ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ അതിന് മുന്നോട്ടോ പുറമോട്ടോ ഒന്നും ചിന്തിക്കുന്നു. എൻ്റെ തീരുമാനം ഇതാണ്, അങ്ങനെ പാടി അങ്ങനെ ഒരു വേദി വേണ്ട. അങ്ങനെയാണ് 2004 ഒരു അങ്കിള് നാട്ടിൽ പോരുക. അപ്പോൾ പുള്ളി കുറേ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, ഒരു ബുക്കായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒന്നും സംഗീതം ചെയ്തിട്ടില്ല. ചെറിയാൻ തോമസാണ്. അപ്പോൾ വിനോദിന് എപ്പോഴും താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കാം. എനിക്ക് ബുക്കായിട്ട് തന്നെ ഏൽപ്പിച്ചു. അങ്ങനെ ഞാനൊരു പാട്ടെടുത്തിട്ട് സംഗീതം നൽകാൻ നോക്കി. സംഗീതം നൽകി ഞാൻ അദ്ദേഹത്തിന് തന്നെ കൊടുത്തയച്ചു. ഞങ്ങളെ പിന്നെ അതങ്ങ് മറന്നുപോയി. പിന്നെ 2004 കൺവെൻഷൻ ഗീതങ്ങൾ വന്നപ്പോഴാണ് പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു പാട്ട് എനിക്ക് എവിടെ ഓർമ്മയുണ്ടല്ലോ. ഞാൻ പെട്ടെന്ന് CD-യുടെ മറുവശം നോക്കിയപ്പോൾ പാട്ടുണ്ട്, രചനാ സംഗീതം ചെറിയാൻ തോമസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് അങ്കിളിനെ വിളിച്ചിട്ടുള്ള ഇത് സംഗീതം ഞാനല്ലേ. അങ്കിള് പറഞ്ഞു മോനെ എനിക്കൊന്നും അറിയത്തില്ല, നീ എനിക്ക് ചെയ്തു തന്നു, ഞാൻ സബ്മിറ്റ് ചെയ്ത് പാട്ട് സെലക്ട് ചെയ്ത് ഇങ്ങനെ രചനയും സംഗീതം 2 കൊടുക്കണമെന്ന്. അങ്ങനെ ആദ്യത്തെ പാട്ട് ഞാൻ ചെയ്തില്ല എന്ന് ഒരു മിക്കവാറും എല്ലാവർക്കും ഉള്ളൊരു അനുഭവമാണ്. ആനന്ദഗാനങ്ങളാലപിപ്പിൻ ആശ്രിത വത്സലനേശുവിന് ആമോദത്താലാർത്തു പാടിയിടുവിൻ ആശ്വാസദായകനേശുവിന്. അങ്ങനെ ഒരു സെമി ക്ലാസിക്കൽ ടച്ചുള്ള ഒരു പാട്ട് എഴുതി. പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ 2-3 പാട്ടുകൾ ആദരിക്കുക, ഉയർത്തിടുന്നത് ഞങ്ങൾ ഉയർത്തിടുന്നത്, അങ്ങനെ ഒരു 3 പാട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ ചെയ്തു വന്നു. അത് കഴിഞ്ഞ് ഒരു ഷേർലി സിസ്റ്റർ, പെന്തക്കോസ്തയിലുള്ള ഒരു ഷേർലി സിസ്റ്റർ കൃപയിൻ വാതിൽ അടഞ്ഞിടുവാൻ നാളിനി അധികമില്ല എന്നൊരു പാട്ട് എഴുതുന്നു. അതും ചെയ്തു, അതും മരവണ്ണ് വന്നു. പിന്നെ 2010 മാർത്തോമാസഭയിലെ സീനിയർ വൈദികരിൽ ഒരാളായ കുര്യൻ തോമസ് അച്ഛൻ എഴുതി തിരുവചന പൊരുളറിയാൻ എന്നൊരു പാട്ട്, അതും സംഗീതം മാത്രം ചെയ്തു, അതും കൺവെൻഷൻ. എന്നാൽ അതിന് പിന്നീട് ശേഷമാണ് മോളൊക്കെ ഉണ്ടാക്കി. ഞങ്ങളുടെ പള്ളിയിലൊക്കെ അച്ഛൻ ചോദിച്ചു, വിനോദ് സാർ ഇങ്ങനെ എന്നും ആരെങ്കിലും എഴുതുന്നതിന് സംഗീതം മാത്രമല്ല, വിനോദ് സാർ എത്ര അനുഭവമുള്ള ഒരാളല്ലേ, എന്തുകൊണ്ട് ഒരു പാട്ട് എഴുതിക്കൂടാ. അങ്ങനെയാണ് ഞാൻ 2014 എണ്ണിയാൽ തീരാത്ത നന്മകൾ തന്നെ 40. അപ്പം എൻ്റെ മോടെ പേര് നന്മയെന്ന് മാത്രം. ഞാൻ പറഞ്ഞ 14 വർഷങ്ങൾക്ക് ശേഷം കിട്ടിയതല്ലേ. അങ്ങനെ 2014 എണ്ണിയാൽ തീരാത്ത നന്മകൾ അങ്ങനെ. 2018 ദൈവം എന്നോട് തോന്നിച്ചു, എന്നും ഈ ദൈവത്തെ സ്തുതിക്കുന്ന പാട്ടുകൾ മാത്രം പോരാ, നീ എന്തുകൊണ്ട് എൻ്റെ 2ാം വരവിന്, എനിക്കിനിയിപ്പോൾ ഒരു പ്രതീക്ഷ അതേ ഉള്ളൂ, നീ എൻ്റെ കാര്യങ്ങളൊന്നുമല്ല 2ാം വരവിന് വേണ്ടി മനുഷ്യരെ ഒരുക്കണം. അതാണ് എനിക്ക് വലിയ ദൈവം തമ്പുരാൻ പറയുന്നത്. അങ്ങനെ ഞാൻ 2018 കർത്താവ് വീണ്ടും വരാൻ തൻ്റെ കാന്തയാകും നമ്മെ ചേർത്തിടാൻ പ്രധാന ദൂത ശബ്ദത്തോടും കാഹളധ്വനികളോടും കർത്താവ് വാനിൽ വരാൻ കണ്ടിടുമേ ഞാൻ പ്രിയൻ പൊന്മുഖം കൊണ്ടാടുമേ ഞാൻ ആ നല്ല നാളോർത്തൻ ഉള്ളം തുള്ളുന്നേ. അങ്ങനെ ഈ പ്രേക്ഷകർ അല്ലെങ്കിൽ വിശ്വാസികൾ ഏറ്റെടുക്കുന്ന നല്ല പാട്ട് 2018. പിന്നെ 2020 ഞാൻ സാർ പറഞ്ഞ പോലെ ഒരു പ്രവാസിക്ക് വേണ്ടിയ എല്ലാ യോഗ്യതകളും ഉള്ള ഒരാളാണ്. ഷുഗറുണ്ട്, പ്രഷറുണ്ട്. അതിനിടയ്ക്ക് സ്പോണ്ടിലൈസിസ്, ഈ കഴുത്തിൻ്റെ കശേരുകൾക്ക് തേയ്മാനം. അങ്ങനെ ഞാനൊരിക്കലും ഇവിടെ ഈ ഒരു ചികിത്സയ്ക്ക് വന്നു, കേരളത്തിൽ വന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പം അന്ന് ഞാൻ തന്നെയാണ്, ഞാൻ മോളുമുണ്ട്, മോള് വീട്ടിൽ എന്നെ ആശുപത്രിയിലാക്കി. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, ഇത് ഈ തിരുമെന്നൊക്കെ പറയുമ്പോൾ കേൾക്കാൻ നല്ല സുഖം, പക്ഷേ ആദ്യത്തെ ദിവസം ഇവരിങ്ങനെ ശരീരം മൊത്തം ഞെക്കി പിഴിഞ്ഞ് ഇതെടുക്കും, പിന്നെ അത് തിരുമ്മ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ആ ടേബിളിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു പ്രയാസം, ഞാൻ തന്നെ ആയിപ്പോയില്ല. അതായത് ഭാര്യയും മോനും കുവൈറ്റിൽ, മോൾ എൻ്റെ കൂടെ, അത് വീട്ടിൽ, ഞാൻ തന്നെ ഇവിടെയാണ്. അപ്പം ഞാൻ പറയും, നിൻ്റെ സാന്നിധ്യം എന്നോട് കൂടിയിരിക്കുന്നത്,
നിന്റെ ബലമുള്ള. അങ്ങനെയാണ് 2020 നിന്റെ സാന്നിധ്യം എന്നോട് കൂടിയിരിക്കണം, നിന്റെ ബലമുള്ള ഭുജമെൻ്റെ തുണയാകണം, നിന്റെ വചനമൻ പാദങ്ങൾക്കു ദീപമാകണം, നിന്റെ ശുദ്ധാത്മാവെൻ്റെ മേൽ അധികാരം ചെയ്യണം. അങ്ങനെ ഒരു പാട്ട്. അപ്പം ഈ കൺവെൻഷൻ ഗീതങ്ങൾ എഴുതിയതിൽ ഏറ്റവും കൂടുതൽ പ്രചാരം ആ പാട്ടിനാണ് എനിക്കിപ്പോഴും. അത് കഴിഞ്ഞ് ഞങ്ങളങ്ങ് തിരിച്ച് കുവൈറ്റിന് പോയി. 2023 പാസ്റ്ററായി ജീവിതം. എന്തോ നമുക്ക് പറയാവുന്ന കോവിഡിൻ്റെ കാലം ഈ വെള്ളം കുടിച്ചിട്ട് പറയാം. ഇനിയും നീ പാട്ട് എഴുതത്തില്ല, ഇനിയും നീ എൻ്റെ നാമം ദൈവനാമം മഹത്വപ്പെടുത്തത്തില്ല എന്നൊക്കെ പറഞ്ഞു സാത്താൻ ഒരു ശ്രമം നടത്തി നോക്കി. 2021 ഈ ഫെബ്രുവരി മറക്കാൻ പറ്റത്തില്ല, എനിക്ക് കോവിഡ് വന്നു. കോവിഡ് എനിക്ക് വരത്തില്ല എന്നെനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ ആവാം എൻ്റെ വീട്ടിൽ എനിക്ക് മാത്രമേ കോവിഡ് വന്നുള്ളൂ. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ ആർക്ക് വന്നാലും എനിക്ക് വരത്തില്ല എന്നൊരു അഹങ്കാരം. അപ്പോൾ 21 ഞാൻ ആശുപത്രിയിലേക്ക് കോവിഡായിട്ട് എന്നെ കൊണ്ടുവന്ന എൻ്റെ മോന. ഞങ്ങൾ രണ്ടുപേരും വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്ന് ഒബ്സർവേഷൻ്റെ അവിടെ ചെന്നു. എന്നെ അകത്തോട്ട് കയറ്റി, മോൻ അവിടെ നിന്നു. എന്നെ അകത്തോട്ട് കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര ബഹളം, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. എല്ലാം കഴിഞ്ഞ് ഈ എൻ്റെ കയ്യിലെ മോതിരവും കഴുത്തിലെ മാലയൊക്കെ ഊരി വാങ്ങിച്ചിട്ട് എന്നെ വാർഡിലോട്ട് കൊണ്ടുവന്ന നേരം ഈ സിസ്റ്റർ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്നുകൂടെ ഒന്ന് കണ്ടോ, ഈ പുള്ളി തിരിച്ചു വരത്തില്ല, ജീവനോട് വരത്തില്ല എന്ന് തീർത്തും പറഞ്ഞിട്ട് അന്ന് അതായത് സാച്ചുറേഷൻ അത്രയ്ക്ക് താണാന്ന് വെച്ചാൽ ന്യൂമോണിയ അത്രയ്ക്ക് കൂടുതലായിരുന്നു. അങ്ങനെ കൊണ്ട് തന്നെ വാർഡിലേക്ക് മാറ്റി. ഞാനും ഒരുങ്ങിയാണ് പോയത്. ബൈബിളും മൊബൈലും ബാറ്ററിയും ചാർജറും ഒക്കെ കൊണ്ട് വെച്ചു. ബൈബിൾ കൊണ്ട് തലയുടെ അടുത്ത് വെച്ചു. എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. അപ്പോഴാണ് ഒരു സിസ്റ്റർ ഓടി വന്ന് പറഞ്ഞു, സാറേ പ്രാർത്ഥിക്കണം. പെന്തക്കോസ്തലുള്ള സിസ്റ്റർ പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, സിസ്റ്ററെ പ്രാർത്ഥിക്കാനാണെങ്കിൽ എനിക്ക് വീട്ടിൽ ഇരുന്നാൽ പോരെ, എന്തിനാണ് ഞാൻ ഇങ്ങോട്ട് വരേണ്ടത്, എനിക്കാണ് ഇച്ചിരി ദേഷ്യത്തിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, സാറേ ദേഷ്യപ്പെടേണ്ട, ഞാനൊരു സത്യം പറയാം, ഇവിടെ വരുന്ന എല്ലാവർക്കും ഞങ്ങൾ ഒരേ മരുന്നാണ് കൊടുത്തത്. എന്നാൽ വാക്സിനേഷനും ഇല്ല, മരുന്നും ഇല്ല. സാറൊന്ന് ആലോചിച്ച് നോക്ക്, സാർ കേൾക്കുന്നുണ്ടല്ലോ വാർത്ത, മരുന്നാണ് സൗഖ്യം നൽകുന്നതെങ്കിൽ ഇവിടെ വരുന്ന എല്ലാവരും സൗഖ്യം പ്രാപിച്ചു പോയി. മരുന്നല്ല സൗഖ്യം തരും സാറേ, പ്രാർത്ഥിക്കും. ദൈവം തമ്പുരാനാണ് സൗഖ്യം തരും. മരുന്ന് ദൈവം തമ്പുരാൻ കൊടുത്തൊരു ചികിത്സയുണ്ട്, പക്ഷെ സൗഖ്യം തരുന്നത് ദൈവം. അതുകൊണ്ട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാൻ. അപ്പോൾ എനിക്ക് ഈ പാട്ട് പഠിപ്പിക്കുന്ന എല്ലാ സഭയിലുള്ള കുഞ്ഞുങ്ങളുണ്ടായതുകൊണ്ട് കുവൈറ്റ് മൊത്തം അറിഞ്ഞു. അതുപോലെ വിനോ സാറ് സീരിയസ് ആയിട്ട് ആശുപത്രിയിലാണ്. ഒത്തിരി പേര് പക്ഷേ നമുക്ക് ചിന്തിക്കാൻ പോലും. എന്നെ എപ്പോഴും കാണുമ്പോൾ പറയും, ഇതാണോ വിനോ സാറ്, ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പറയുന്ന അനുഭവം ഒത്തിരിയുണ്ട്. പെന്തക്കോസ്തസഭകളിലുള്ള ഒത്തിരിയും പേര് അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് രാത്രി കർത്താവിനോട് പറഞ്ഞു, ഇന്ന് രാത്രി ഞാൻ അവരെന്നെ പിറ്റേ ദിവസം വെളുപ്പിന് ഇൻറ്റുബേറ്റ് ചെയ്യാൻ വേണ്ടി വെന്റിലേറ്ററിലേക്ക് മാറ്റുക. അപ്പം ഞാൻ രാത്രി കർത്താവ് അങ്ങനെ സംസാരിക്കുന്ന ഒരു സ്വഭാവം. കർത്താവിനോട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും നമുക്ക് ആവശ്യം വരുമ്പോൾ മാത്രമല്ലാതെ ചുമ്മാ ഇരിക്കുമ്പോൾ ഒന്ന് വിളിച്ച് എന്ത് എവിടാ എന്നൊക്കെ ചോദിക്കും. അപ്പം എനിക്ക് തോന്നി ഇതായിരിക്കും ദൈവം ഉദ്ദേശിച്ച് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുമ്പോൾ വല്ലപ്പോഴും നമുക്ക് ആവശ്യം വരും മാത്രം ദൈവത്തെ വിളിക്കുക. അത് വല്ലപ്പോഴും ഒക്കെ തിരക്കായിരുന്നോ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞു, എനിക്കറിയാം തിരക്കായിരിക്കും, എന്നാൽ സമയം കിട്ടുവാണ് ഇതുവഴി ഒന്ന് വരണം, ഞാനിവിടെ ഇന്ന വാർഡിൽ ഇന്ന ബെഡിൽ കിടപ്പുണ്ട്. അങ്ങനെ ഒരു നല്ല ഉറക്കത്തിൽ കർത്താവ് വരും. ഈ പാസ്റ്റർ ഈ കർത്താവ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് സ്വർണം തിളങ്ങി നിൽക്കുന്ന അങ്ങനെയുള്ള വെള്ളിയോടിന് സദൃശ്യം എന്നൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞു. എൻ്റെ മുന്നേ വന്ന കർത്താവ് നമ്മുടെ ഈ രാവുളക്കുള്ള ഒരു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തിട്ട് വരുന്ന പാവങ്ങളെ കണ്ടിട്ടില്ല, അതുപോലെ ഗ്രീസുമൊക്കെ വരട്ടെ തളർന്ന് തരിപ്പണമായിട്ട് എൻ്റെ മുന്നേ വന്നിരുന്നു. എന്തുവാ പ്രശ്നം? ഞാൻ പറഞ്ഞു, ഇത്രയും നീ കണ്ടതല്ലേ, എനിക്കിനി ട്യൂബ് വെക്കാനൊരു സ്ഥലം പോലും ബാക്കിയില്ലാതിരിക്കും. അപ്പോൾ പിന്നെ എന്തിനാ അങ്ങനെ ഒരു ചോദ്യം? പറഞ്ഞു, നീ ഇങ്ങനെ അവിശ്വാസിയാകാതെ നീ കൺവെൻഷനുണ്ട് ഒരു പാട്ട് എഴുതിയില്ലേ നിൻ്റെ സാന്നിധ്യം. ആ പാട്ടിൻ്റെ ഓരോ വരികളും എന്നോട് ചോദിച്ചു. അപ്പോൾ എന്നോട് ഷാൻസായിൽ പച്ചപ്പുൽപ്പുറത്തും ചെങ്കടലിനും നടുവിലും നിൻ്റെ സാന്നിധ്യം. അത് കേട്ടപ്പോൾ നിർത്താനൊരു ചിരി. പിന്നെ ഞാൻ പറഞ്ഞു, നീ ചിരിക്കണ്ട, ഞാനൊരു കാര്യം കൂടെ പറയാം. ഞാനിവിടെ വന്നേ പിന്നെ എൻ്റെ ചുറ്റുപാടും കിടക്കുന്നവരൊക്കെ ഇവിടുന്ന് പോയി. അപ്പം ഞാൻ ആ സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്ററെ ഇവരൊക്കെ രക്ഷപ്പെട്ടു? അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഇവരൊക്കെ സുലൈബിക്കാത്തിലേക്കാണ്. സുലൈബിക്കാത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ശ്മശാനമാണ്. സുലൈബിക്കാത്തിലേക്കാണ് പോയേക്കുന്നത്. അപ്പം കർത്താവ് എന്നോട് ചോദിച്ചിട്ട് എൻ്റെ മുഖത്തൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, നീ മരിക്കുകയില്ല, നിനക്ക് വേണ്ടി മരിച്ചവനാണ് ഞാൻ, നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനാണ്. എന്തുകൊണ്ട്? നീ മരിക്കുകയില്ല, നീ ജീവനോടെ ഇരുന്ന് എൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ വാട്സപ്പിൽ തംസപ്പ് കാണിക്കുന്ന പോലെ നിർത്താവുന്ന പോകാൻ. അപ്പോൾ ആ സെക്കൻഡ് തൊട്ട് എൻ്റെ ഈ
ഓക്സിജൻ ലെവൽ വ്യത്യാസം വരാൻ തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞ് സിസ്റ്റർ വന്നു നോക്കിയിട്ട് കൊള്ളാലോടെ അതിന് ഓക്സിജൻ ലെവൽ വ്യത്യാസം ഉണ്ടാകും. അപ്പം ഞാൻ പറഞ്ഞു ഉണ്ടാകും സിസ്റ്ററെ, ഓക്സിജൻ ലെവലിൽ വ്യത്യാസം വരുത്താൻ കഴിയുന്നവനിവിടെ ഒരു വന്നായിരുന്നു. അപ്പോൾ സിസ്റ്റർ ചിരിച്ചോണ്ട് പോയിട്ട് ഞാൻ 10 മിനിറ്റ് കൂടെ കഴിഞ്ഞ് വരാം. പിന്നെയും 10 മിനിറ്റ് കഴിഞ്ഞപ്പം ഓക്സിജൻ ലെവൽ വീണ്ടും ഇരട്ടിയായി. അപ്പോൾ എൻ്റെ മുന്നിൽ വെച്ച് തന്നെ സിസ്റ്റർ ഡ്യൂട്ടി ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്, ഡോക്ടറെ നമ്മൾ നാളെ വെന്റിലേറ്ററിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഈ പേഷ്യൻറ്റിൻ്റെ വെന്റിലേറ്റർ മാറ്റേണ്ട, അദ്ദേഹത്തിൻ്റെ ഓക്സിജൻ ലെവൽ നല്ലപോലെ വ്യത്യാസം. അങ്ങനെ അന്ന് രാത്രി കർത്താവ് ഇറങ്ങി വന്ന് സൗഖ്യം തന്നു. എന്നാൽ പിന്നെ ഞാൻ 18 ദിവസം അവിടെ താമസിച്ചു. ഒത്തിരിയും കാര്യങ്ങൾ പഠിക്കാൻ. നീ വിചാരിക്കുന്ന നിൻ്റെ മിടുക്ക് കൊണ്ടാണ്, അല്ലെങ്കിൽ നിൻ്റെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് നീ ജീവിക്കുന്നത്. അപ്പോൾ അന്ന് വരെ എന്നെ ഈ ദിവസങ്ങളിൽ ബാത്റൂമിൽ പോകാൻ അവസരം പറ്റുന്നില്ല, അവിടെ വരെ ഓക്സിജൻ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ എന്നെ അവർ വന്ന് ക്ലീൻ ചെയ്യും. അവർക്കുള്ള ഒരു കൊച്ചു കുഞ്ഞിനെ ക്ലീൻ ചെയ്യുന്ന പോലെ 57 വയസ്സുള്ള എന്നെ ക്ലീൻ. അപ്പോൾ ആരാ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. PPE കിറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് ആണാണോ പെണ്ണാണോ എന്ന് പോലുമില്ല, മർത്തോമ്മക്കാരനാണോ ക്രിസ്ത്യാനിയാണോ ഇറാഖിയാണോ ഈജിപ്ഷ്യനാണോ ഒന്നും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ എനിക്കത് മനസ്സിലായി, എടാ നിൻ്റെ മിടുക്കൊണ്ടൊന്നും അല്ല, നിനക്ക് വേണ്ടി ഒത്തിരിയും പേരെ ദൈവം കരുതിയിട്ടുണ്ട്, അങ്ങനെ ഒത്തിരിയും പേരുടെ പ്രയത്നമാണ് നിൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞു. ഞാൻ സൗഖ്യം പ്രാപിച്ചു വന്നിട്ട് ഞാൻ ഞങ്ങളുടെ കുവൈറ്റിലെ ആ ഹോസ്പിറ്റലിലെ ഡയറക്ടർക്ക് ഒരു കത്തെഴുതി, അല്ല ഒരു വീഡിയോ ഇട്ടു. അനേകരുടെ പ്രയത്നമുണ്ട്. അതായത് ഈ 10 നേഴ്സുമാർ ഒരുമിച്ച് ലീവ് എടുത്തിരുന്നെങ്കിൽ ഈ മരണസംഖ്യ ഇതിൻ്റെ ഇരട്ടിയായി. അങ്ങനെ പൂർണ്ണ സൗഖ്യത്തോടെ വന്നു. ഇന്നും ദൈവകൃപയാൽ ഒത്തിരി പോസ്റ്റ് കോവിഡ് ഒത്തിരി പേർക്ക് പ്രശ്നങ്ങളുണ്ട്. ഞാനും പറഞ്ഞു, എൻ്റെ കർത്താവ് നീ എൻ്റെ ഏത് വരവെടുത്തു, പക്ഷേ മുട്ടുമേടിക്കാനുള്ള വരം എൻ്റെ ഇത് തിരിച്ചെടുക്കില്ല. കാരണം ഇതൊക്കെ കഴിഞ്ഞ് പലർക്കും ഈ കുർബാന കൊള്ളാൻ പോലും പറ്റുന്നില്ല, മുട്ടുകുത്താൻ പറ്റുന്നില്ല പോസ്റ്റ് കോവിഡിൽ. അപ്പോൾ നമ്മളതിൻ്റെ ഏത് വരം വേണമെങ്കിൽ തിരിച്ചു തന്നു, പക്ഷേ മുട്ടുമേടിക്കാനുള്ള എൻ്റെ വരം. അങ്ങനെ അത് തിരിച്ചു തന്നു. അങ്ങനെയാണ് ഞാൻ 2023 ഞാനും കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിച്ചും മാനിച്ചും ജീവിച്ചിടും, മുട്ടുമേൽ നിന്നിടും, മുട്ടിപ്പായി പ്രാർത്ഥിക്കും, മുഖം മറയ്ക്കും. ഞാനും കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിച്ചും മാനിച്ചും ജീവിച്ചിടും, മുട്ടിന്മേൽ നിന്നിടും, മുട്ടിപ്പായി പ്രാർത്ഥിക്കും, മുഖം മറയ്ക്കാതവൻ ഉത്തരം. എത്ര നല്ലവൻ അവൻ, എന്നും വിശ്വസ്തൻ, തലമുറയായുള്ള സങ്കേതം. അങ്ങനെ ഒരു പാട്ട് എഴുതി. ആ പാട്ടിന് പാസ്റ്റർ 2023 ഏറ്റവും നല്ല പാട്ടിനുള്ള ആരാണ് കൺവെൻഷൻ BSMC ഒരുക്കുന്ന ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമാ മെത്രാപ്പോലീത്ത മെമ്മോറിയൽ അവാർഡ് 2003 ഈ പാട്ടിന് എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് 2024 ഞാൻ ഒരു പാട്ടും കൂടെ എഴുതി. നന്ദിയല്ലാതൊന്നും ചൊല്ലാനില്ലേ, നല്ല നാഥൻ എന്നിൽ ചെയ്ത നന്മകളോർത്ത, ഒന്നുമില്ലാതല്ലോ ഏവരും വന്നത്, പിന്നവൻ തന്നതാണീ സർവ നന്മയും. എത്ര വന്നിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേവൻ കൃപകൾ ഓർക്കുമ്പോൾ. ആ പാട്ട് എഴുതാനിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലൊരാഗ്രഹം, ഈ കുഴിച്ചിടാത്ത കിണറ്റിൽ നിന്നും വിതച്ചിടാത്ത, അപ്പോൾ ഈ കുഴിച്ചിടാത്ത കിണറ്റിൽ നിന്നും ഇങ്ങനെ ഒരു വാക്യം വേദോസ്തിലുള്ളൂ. ഞാൻ ഇരുന്ന് ഓരോ പേജും തപ്പി നോക്കി ഇത് എവിടാന്നറിയും. അവസാനം കിട്ടിയില്ല. ഞാൻ ബൈബിൾ മടക്കി വെച്ചു. അന്ന് രാത്രി ഞങ്ങളുടെ വീട്ടിൽ പള്ളിയിലെ കൺവെൻഷൻ ചെന്ന് ഞാൻ പാട്ടുമൊക്കെ പാടിയിട്ട് ഇനി പോരാൻ, പ്രസംഗത്തിന് മുമ്പ് ഇനി പോരാൻ തുടങ്ങിയപ്പോൾ അവിടുന്ന് അച്ഛൻ പ്രസംഗിക്കായി നമ്മൾ ഈ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം. നീ കുഴിച്ചിട്ടില്ലാത്ത കിണറ്റിൽ നിന്നും, നീ നട്ടു വളർത്തിയിട്ടില്ലാത്ത മുന്തിരിത്തോട്ടത്തു നിന്നും നീ അസമൃദ്ധമായി അനുഭവിക്കുമ്പോൾ മിസ്രൈമിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയെ നീ മറന്നുപോയി. ആ നിപ്പിൽ ഞാൻ ആ ഓഡിറ്റോറിയത്തിന് പുറയിൽ ആരും കാണാതെ മുട്ടുകുത്തി. ദൈവമേ, എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം ഇതായിരുന്നല്ലോ. അങ്ങനെ പാടിത്തന്ന് അങ്ങനെ ഒരു നല്ല പാട്ടും കൂടെ ചെയ്യാനായിട്ട് ദൈവം സഹായിച്ചു. പിന്നെ വേറൊരു അനുഭവം കൂടെ പറഞ്ഞു നിർത്താം. ഈ വേറൊരു പാട്ട് ഞാൻ എഴുതിയിരുന്നു, കാരുണ്യ രൂപ, കാൽവരി രൂപ. അത് സ്വന്തമായിട്ട് പാടാൻ. എന്നാൽ 2010 ബോംബെയിൽ നിന്ന് ഇറങ്ങിയ ഒരു ആൽബത്തിൽ ഈ പാട്ട് എനിക്ക് പാടിത്തന്നത് ഈ അടുത്ത കാലത്ത് നമ്മളെ വിട്ടുപോയ P. ജയചന്ദ്രൻ, ഭാവഗായകൻ എന്ന് പറഞ്ഞ മലയാളം കണ്ട ഏറ്റവും നല്ല പാട്ടുകാരിൽ ഒരാളായ ജയചന്ദ്രനായിട്ടാണ് പാടിത്തന്നത്. ഞാൻ ഈ പാട്ട് അയച്ചു. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. സാറ് അമേരിക്കയിലെങ്ങാണ്ട് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു ഇറങ്ങുമായിരുന്നു. അപ്പോൾ ഈ പാട്ട് കൊടുത്തു. പുള്ളി കുറേ കറക്ഷൻ, എനിക്ക് കാൽവറി എന്ന് പറഞ്ഞു, നിങ്ങൾ കാൽവറി എന്ന് എഴുതിക്കൂ, ഞാൻ കാൽവരി എന്നേ പറയത്തുള്ളൂ, കാരിരുമ്പാണിന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അങ്ങനെ കുറേ. അപ്പം എന്നോട് അവിടുത്തെ സ്റ്റുഡിയോയിലുള്ള പുള്ളി പറഞ്ഞു, സാറങ്ങ് വിട്ടുകൊടുത്തേക്ക് പുള്ളി ചെയ്യട്ട്. ഫസ്റ്റ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം, പാട്ടെല്ലാം എഴുതി കഴിഞ്ഞിട്ട് ജയചന്ദ്രൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഒരു നല്ല കാര്യം പറഞ്ഞു, ഞാൻ ഈ അടുത്ത സമയത്ത് ഇത്ര മനസ്സ് തുറന്ന് ഒരു ക്രിസ്ത്യൻ ഡിവോഷൻ്റെ പാട്ട്. അപ്പം നമ്മൾ ഈ പോർഷൻ ഇതെല്ലാം നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരുന്നു എന്ന് ഞാൻ എഴുതി. സാറ് ചോദിച്ചു,
വരച്ചിരുന്നു എന്നാണോ വെച്ചിരിക്കുന്നു എന്നല്ലേ പറയണേ. അപ്പം ഞാൻ പറഞ്ഞില്ല, ദിവസത്തിൽ അങ്ങനെ ഒരു വാക്യം ശാപ്രവനം ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. അപ്പോൾ ഓരോ അനുഭവം പുള്ളി എന്നോട് ചോദിച്ചിട്ട് ആ ഫീലിട്ടാണ് ആ പുള്ളി സാറിൻ്റെ ജീവിതത്തെ ഓർത്തും സ്തുതിക്കുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞത് എനിക്ക് വലിയൊരു സന്തോഷമായിരുന്നു. ഒരാൾ എന്നെ വിളിച്ചിട്ട് ഇത് എനിക്ക് വളരെ സന്തോഷം തോന്നിയത്. അങ്ങനെ സംഗീത ജീവിതം തുടർന്നും എൻ്റെ തമ്പുരാന് വേണ്ടി എന്തുമാത്രം ചെയ്യാമോ, പാടുവോ, എഴുതുവോ, എവിടെയാണ് കർത്താവിനെ സാക്ഷീകരിക്കാനുള്ള ഒരു അവസരവും ഞാൻ നഷ്ടപ്പെടുത്തില്ല. പക്ഷേ എവിടെ വിളിച്ചു. അതുകൊണ്ട് പോയിട്ടുള്ള എല്ലാ സഭകളും പാട്ട് പഠിപ്പിക്കാനായിട്ട് ഒരു സഭയിൽ ഇന്ന് വരെയും പെന്തക്കോസ്ത് സഭയാണെന്ന് പറഞ്ഞാൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഈ പാട്ടിലൂടെ വളരണമെന്ന് ആഗ്രഹിക്കുന്ന പെന്തക്കോസ്ത് സഭകളാണ്. അപ്പോൾ അവർക്ക് എങ്ങനെ നമ്മുടെ ഈ ഹാർമണി അല്ലെങ്കിൽ ഫോക്ക് സിംഗിങ്ങിനെ പറ്റിയൊക്കെ അവർക്ക് വലിയ ആഗ്രഹം ഇപ്പോഴും എല്ലാ സമയം. പ്രത്യേകിച്ച് IPC കുവൈറ്റിൽ ഞാൻ സ്ഥിരമായിട്ടെല്ലാ വെള്ളിയാഴ്ചയും വരെ പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എവിടെ ആരെന്നെ പാട്ട് സംബന്ധമായിട്ട് വിളിച്ചാലും ഇങ്ങനൊരു അനുഭവത്തിലൂടെ വളർന്നുകൊണ്ട് ഞാൻ സാർ ഈ എല്ലാ സഭകളുമായി ബന്ധപ്പെട്ട് പാട്ട് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കുക, പൊതുവെ ഈ പെന്തക്കോസ്തുകാരെ കുറിച്ചുള്ള ഒരു പരാതി ഈ കൈയടിച്ച് പാട്ട് പാടുന്നവരാണല്ലോ. തന്നെയല്ല, താളബോധം വളരെ കുറവുള്ള ഒരു സമൂഹമാണ്. എന്ന് വെച്ചാൽ പാട്ടുകാരില്ലെന്നല്ല, നന്നായി പാടുന്നവരില്ലെന്നല്ല, പൊതുവെ ആരാധനയോടുള്ള ബന്ധത്തിലും അല്ലെങ്കിൽ പൊതു മീറ്റിങ്ങുകളോടുള്ള ബന്ധത്തിലും കൈയടിച്ച് പാട്ട് പാടുന്ന ഒരു രീതിയാണ്. താളബോധം അതിനകത്ത് വലിയ വിഷയമല്ല. അപ്പം ഈ പെന്തക്കോസ്ത് സമൂഹത്തിൽ നിന്നുള്ള കുട്ടികളെ പാട്ട് പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പെന്തക്കോസ്ത് സഭയുടെ ഒരു കൊയർ ചിട്ടപ്പെടുത്തുമ്പോൾ ഒക്കെ ഇതൊരു ബുദ്ധിമുട്ടായി തീരാറില്ല? തീർച്ചയായിട്ടും പക്ഷേ ഞാൻ അത് കൂടുതൽ അനുഭവിച്ചത് ഞാനിപ്പോൾ കുഞ്ഞുങ്ങളെ പാട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. പെന്തക്കോസ്ത് സഭ എന്നുള്ള കുഞ്ഞുങ്ങൾ ഒരു 3 ക്ലാസ് കഴിഞ്ഞ് അതിൻ്റെ ഫാദറെ വിളിച്ചിട്ട് പറഞ്ഞു, പിള്ളേർക്ക് അങ്ങോട്ടൊരു പൂർണ്ണമായ താല്പര്യം ഇല്ല. അപ്പം ഞാൻ ചോദിച്ചു എന്താ. ഞാൻ പിന്നെ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, 2 പെൺകുഞ്ഞുങ്ങൾ. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനൊന്നുമല്ല, ഞങ്ങൾ എന്നും രാവിലെ പപ്പായുടെ കൂടെ പാട്ടും പള്ളിയിൽ പോകും, അവിടെ ചെന്ന് നിന്ന് പാടും, അതിനകത്ത് സരിഗമേ ഇല്ല, അങ്ങനെയൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് പേരനോട് പറഞ്ഞു, 1 മാസം കുഞ്ഞുങ്ങളെ ഞങ്ങളോട് നിൽക്കട്ടെ, ഇതിപ്പം പിടിച്ചു വലിച്ച് കിടന്നാൽ പോലും പിള്ളേർ പോകത്തില്ല. അപ്പോൾ ഈ പെന്തക്കോസ്ത് കൊയറിനെ പാട്ട് പഠിപ്പിക്കാൻ പോകുമ്പോഴും അങ്ങനെ തന്നെ പാസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ പൂർണ്ണമായ ഒരു അധികാരമാണ് സാറിന് തരുന്നത്, സാറിന് ഏത് രീതിയിൽ ഇവരെ ഭംഗിയാക്കാം. ഇപ്പം അവിടെ ഒത്തിരി മത്സരങ്ങൾ നടക്കുന്നു, ഒത്തിരി മത്സരം. അപ്പം മത്സരിക്കുന്നത് ഈ സംഗീത രംഗത്തെ രാജാക്കന്മാർ CSI മാർത്തോമാ സഭകളോടാണ് മത്സരിക്കുന്നത്. അപ്പോൾ അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ടൊരു വിജയം നേടാൻ വലിയ പാടാണ്. അപ്പോൾ ഇവർക്കും മനസ്സിലായി ഈ സ്റ്റൈലിൽ നിന്നും അപ്പം ആരാധനയ്ക്ക് നമുക്ക് ആ കൈകൊടിച്ച് പാടാം, അതിനപ്പുറത്തേക്ക് നമ്മുടെ സംഗീതവും നമ്മുടെ കുഞ്ഞുങ്ങളുടെ സംഗീതവും വളരണം എന്ന് സഭയ്ക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ പാസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു, ഇതുപോലെ ഈ ഒന്നും നോക്കണ്ട, വിനോദ് സാറിനെ ഏൽപ്പിച്ചിരിക്കുക, സാറിന് ഭംഗിയായിട്ട്. അപ്പോൾ ഈ പറഞ്ഞ പാസ്റ്റർ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരാഴ്ചയൊക്കെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇത് സംഗീതത്തിലേക്ക് കുറച്ചുകൂടെ ഇറങ്ങിച്ചെന്ന് ഇതിൻ്റെ ബേസിക് പഠിക്കാൻ തുടങ്ങിയപ്പം പെന്തക്കോസ്ത് സഭകൾക്ക് ഏറ്റവും വലിയ ആഗ്രഹം അവർക്ക് ഈ ഹാർമണൈസ് ചെയ്ത് പാടുന്ന പോപ്പ് ആർട്സിലേക്ക് പാടുന്നു പാട്ടുകൾ അവർ കൂട്ടായ്മകളിൽ ചെയ്തോട്ടെ അവർ കൈയടിച്ച് പാടും. പക്ഷേ ഇതുപോലൊരു വേദി വരുമ്പം പിന്തള്ളപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഈ സംഗീതം അവരിൽ വളരണം എന്ന് ഭയങ്കര ആഗ്രഹം. അത് ഒരു ദിവസവും ഞാൻ ഒരു പെന്തക്കോസ്ത് സഭയിൽ പാസ്റ്റർ ചെയ്ത സത്യം പറയും, പാട്ട് പഠിപ്പിക്കാൻ ചെന്നു. ഈ സ്വരങ്ങളെ പറ്റി ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, സരിഗമ അങ്ങനെയാണ്. അപ്പോൾ അതിനെ കൂട്ടി ഒരു പെൺകുട്ടി പറഞ്ഞു, സാറേ ഋഷഭം എന്ന് പറഞ്ഞാൽ കാളയാണ്, കാള പരമശിവന്റെ വാഹനം, അതുകൊണ്ട് എനിക്കത് പാടാൻ പറ്റും. എനിക്ക് ആ പാടെ സങ്കടമായിട്ട് ഞാൻ വലിയ സ്വരങ്ങളൊക്കെ ഉള്ള പാട്ടുമായിട്ട് പോയത്. ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞെ ഞാനും അറിയാം, പക്ഷേ ഋഷഭം കാളയാന്ന് ഇത് പരമശിവനുമായിട്ട് എന്നുള്ളതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ കുഞ്ഞ് പറഞ്ഞ് പാടത്തില്ല. ഞാൻ ആ പാസ്റ്ററെ വിളിച്ചു, പാസ്റ്റർ പറഞ്ഞു ഞാൻ സാറിനെ പാട്ട് പഠിപ്പിക്കാനല്ലേ. ഇപ്പം പാട്ട് പാടുന്നതിനിടയ്ക്ക് ഋഷഭം പാടേണ്ടി വന്നു, രീന്നാ പാടുന്നത്, കാളൊന്നും പാടുന്നില്ല, അത് പരമശിവന്റെ വാഹനമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ സാറൊന്നും നോക്കണ്ട, അവൾ പാടണ്ടെന്ന് പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ ഈ കുഞ്ഞിനോട് പറഞ്ഞു, മോളെ പക്ഷേ എനിക്കിപ്പോഴും ആ കൊച്ചിനെ ഭയങ്കര ബഹുമാനവാസം, അവൾ പാടി, അവൾക്ക് ഒരു സ്റ്റാൻഡേ ഉണ്ട്. അത് ഞാൻ അടുത്തിടെ അവളെ ഒന്ന് വിളിച്ചു, എനിക്ക് നിന്നെ പറ്റി ഭയങ്കര ബഹുമാനം, നീ ഒരു പെങ്കൊച്ച അല്ലെങ്കിൽ അതിൻ്റെ കാല് തൊട്ട് വന്നിച്ചില്ലേ, കാരണം നിനക്കൊരു സ്റ്റാൻഡുണ്ട്. അവൾ പറഞ്ഞു, സാറേ എനിക്ക് എന്ത് പറഞ്ഞാലും ഞാനത്. അപ്പം ആ പ്രോഗ്രാമിനെ കുഞ്ഞ് പാടിയിരുന്നു. ചില വിശ്വാസങ്ങൾ അങ്ങനെ കർക്കശമായിട്ട് അതിനെ പിടിച്ചു നിർത്തുന്നവരുമുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് ഒരു വശം അങ്ങനെ പാടിയത് കൊണ്ട് തെറിച്ചു പോകുന്നതല്ല നമ്മുടെ വിശ്വാസമെന്ന് വിശ്വസിക്കുക. അങ്ങനെ ആ ചെറിയൊരു ക്ലാസ്സുകൾ ഉണ്ടെന്നേ ഉള്ളൂ, എന്നാൽ വളരെ പോസിറ്റീവായിട്ടാണ് പെന്തക്കോസ്ത് വിശ്വാസികൾ ഇപ്പോൾ അതിനെ കാണും. ഓക്കെ, സാറ് മ്യൂസിക് അധ്യാപകനായിരിക്കുന്നു, പാട്ട് എഴുതുന്നു, പാട്ട് പാടുന്നു. ഓക്കെ, സാറിനെ ഏറ്റവും ടച്ച് ചെയ്തിട്ടുള്ള പാട്ടുകൾ ഏതൊക്കെയാണ് പ്രധാനമായിട്ട്? സാർ എഴുതിയതല്ല, ഞാൻ മറ്റ് പാട്ടുകൾ? തീർച്ചയായിട്ടും
എന്നെ മനസ്സിന് ഏറ്റവും സങ്കടപ്പെടുത്തി. ഇന്ന് വരെ കരയാതെ പാടാൻ പറ്റും. തള്ളയെപ്പോൾ നമുക്കുള്ളൊരു രക്ഷകൻ, കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി, ഉള്ള ഉരുകുന്ന ചങ്കൂത്തകരുന്ന കണ്ണുനീറയുന്ന രക്ഷകൻ. ഇന്ന് വരെയും കണ്ണു നിറയാതെ പാടും. കാരണം അങ്ങനെയുള്ള ഒരാളല്ല കൊള്ളക്കാരനെ പോലെ ക്രൂശിക്കപ്പെടേണ്ട. ആരുടെ പാട്ടാണ്? കൊച്ചുഞ്ഞുദേശിച്ചു. മനസ്സ് തുറന്ന് ഇത്രയും പാടാൻ എന്നെ എൻ്റെ അമ്മ പോലെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹിച്ചിട്ടും ക്രൂശിൽ പോയി. എനിക്ക് അത് പാടുമ്പോൾ എപ്പോഴും ഉള്ളം ശരിക്കും അങ്ങ് തകരും. ഈ കൊച്ചുഞ്ഞുദേശിയുടെ ഇതുപോലുള്ള മനോഹരമായ ഗാനങ്ങൾ നമുക്ക് കിട്ടിയ ഒരു വലിയ പുണ്യമാണ്. തീർച്ചയായിട്ടും. മറ്റേ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാസ്റ്റർ, ഈ തലമുറയോട് ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് ഇങ്ങനെ അന്യം നിന്ന് എനിക്ക് തോന്നുന്നു ഈ കൊച്ചുഞ്ഞുദേശിയുടെ ഒരു ലെഗസി അതിനെ നമ്മൾ വളരെ കാര്യമായിട്ട് അതിനെ സംരക്ഷിക്കുന്നില്ലെന്ന് എനിക്ക് സത്യമാണ്. കാരണം അതിന് ഏറ്റവും വലിയ തെളിവാണ് കൊച്ചുഞ്ഞുദേശി എഴുതിയ പാട്ടുകളിൽ ഒരു 10% നമുക്ക് അറിയത്തുള്ളൂ. നമുക്ക് ഈ പൊന്നേശ തമ്പുരാനും ഇങ്ങനെയുള്ള ദുഃഖത്തിന്റെ പാനപാത്രം ഇങ്ങനെയുള്ള കുറച്ച് പാട്ടുകളെ ഇതിൻ്റെ ഒക്കെ ഇരട്ടിയാണ് കൊച്ചുഞ്ഞുദേശി ചെയ്ത പാട്ടുകൾ വേറെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ മരവൺ കൺവെൻഷനോടനുബന്ധിച്ച് പല വീഡിയോകളും ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ കൊച്ചുഞ്ഞുദേശിയെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സാധിച്ചില്ല, പിന്നെ ഒരു അവസരത്തിൽ ചെയ്യാം. പക്ഷേ ഞാൻ അതിനുവേണ്ടി ഈ കൊച്ചുഞ്ഞുദേശിയുടെ വീട് ആ സ്ഥലത്തേക്ക് പോയി, ആറന്മുളയ്ക്ക് പോയി. വളരെ സങ്കടം തോന്നി. കാരണം അതിനെ ഒന്ന് സംരക്ഷിക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു വലിയ ദുഃഖകരമായ കാര്യമാണ്. കൊച്ചുഞ്ഞുദേശിയുടെ കട്ടില് അല്ലെങ്കിൽ ആ കൊച്ചുഞ്ഞുദേശി ഉപയോഗിച്ച പാഠപുസ്തകങ്ങൾ, ബൈബിളുകൾ, അതൊക്കെ ഒന്ന് സംരക്ഷിക്കാൻ നമുക്കൊരു സംവിധാനം ഇല്ലാതെ പോയല്ലോ എന്നുള്ളത് ഓർക്കുമ്പോൾ വലിയ സങ്കടമുണ്ട്. എനിവേ, കൊച്ചുഞ്ഞുദേശി, KV സൈമൺ സാറ്, TK ശാമുവൽ സാറ്, ചെറിയാൻ സാറ്, നമുക്ക് എത്ര അന്നമാമാമൻ എത്ര ഗംഭീരമായ യാത്ര ചെയ്യും ഞാൻ ക്രൂശയെ നോക്കി. ഒന്ന് ആ 4 വരി പാടാവോ? ആ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുവാണെങ്കിൽ എന്താണ് നമ്മൾ അന്ത്യശ്വാസം വരെയും പാടാൻ പറ്റും. മരവൺ കൺവെൻഷൻ അവസാനിപ്പിക്കുന്ന ഗാനം യൂസ്തോസ് ജോസഫിന്റെ സ്തുതിപ്പിൻ. വളരെ മനോഹരമായ 130 വർഷമായിട്ട് ഒരു ഗാനം പാടി ഒരു ആത്മീയ സമ്മേളനം അവസാനിപ്പിക്കുക പറയുന്ന 4 വരി അതിൻ്റെ ഒന്ന് പാടി. കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ, തൻ ജനത്തിൻ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കുന്നോനവൻ, ലോകപാപ ചുമടിനെ ശിരസുകൊണ്ടു ചുമന്നൊഴിപ്പതിനു കുരിശെടുത്തു ഗൊൽഗോഥായിൽ പോയോന്, സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ. അതിമനോഹരമായ ഗാനങ്ങൾ നമ്മൾക്ക് ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് നൽകുന്ന, നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള, മലയാളി ക്രൈസ്തവ സമൂഹത്തെ ഇത്ര ആഴത്തിൽ സ്വാധീനിച്ചിട്ടുള്ള എത്ര മനോഹരമായ ഗാനങ്ങൾ നമുക്കുണ്ട്. പക്ഷെ എനിക്ക് സങ്കടം ഈ പുതിയ തലമുറയിലെ പാട്ടുകളെക്കുറിച്ച് വളരെ കുറച്ച് പാട്ടുകളെ ഓർമ്മയിൽ നിൽക്കുന്നതായിട്ടുള്ളൂ, അല്ലേ? ഉള്ളൂ, തീർച്ചയായിട്ടും. അടുത്ത കാലത്ത് നമ്മൾ ഒരച്ഛൻ എഴുതിയൊരു ഗാനം, ഒരു മഴയും സാധനത്തിന് കഴിഞ്ഞ ദിവസം മരവണ്ണം വെച്ച് കണ്ടു അച്ഛനെ. അപ്പം പിന്നെ അങ്ങനെ ഹൃദയത്തിൽ നമ്മളുടെ ഓർമ്മയിൽ ഒക്കെ തങ്ങി നിൽക്കുന്ന പാട്ടുകൾ വളരെ കുറവാണ്. അപ്പം സാറിന് എന്ത് തോന്നുന്നു, ഒരു ഗാനരചയിതാവ് എന്നുള്ള നിലയിൽ കൂടെ ചിന്തിക്കുമ്പോൾ എന്താ നമ്മുടെ സമൂഹത്തിന് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ? അതൊരു ശരിക്കും ഒരു വെല്ലുവിളിയാണ്. അപ്പം ഈ പാട്ട് എഴുതുന്ന ആളിൻ്റെ കുറവ് കൊണ്ടല്ല, ജനങ്ങൾ അതിനെ ആ രീതിക്ക് മനസ്സിലൊരു കൺസെപ്റ്റ് ഉണ്ട്. പണ്ട് ഏത് പാട്ടുകാരൻ പാടിയാലും ഇത് യേശുദാസിൻ്റെ പാട്ടുമായിട്ടേ കമ്പയർ ചെയ്തു. മനസ്സിലായി.
നമ്മളേത് പാട്ടും പാടിക്കും. യേശുദാസിൻ്റെ ശബ്ദം, യേശുദാസിൻ്റെ രൂപം, അന്ന് താടിയില്ലാത്ത വേറൊരാൾക്ക് പാട്ടുകാരനാകാൻ പറ്റും. അതുപോലെ നമ്മൾ പെട്ടെന്ന് ഒരു പാട്ട് കേട്ടാൽ അതിന് കൊച്ചുകുഞ്ഞുപദേശിയുടെ പാട്ടുമായിട്ട് പെട്ടെന്ന് കമ്പയർ ചെയ്യുക. കൊച്ചുകുഞ്ഞുപദേശി ജീവിതാനുഭവം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു അനുഭവമായിരുന്നു ഇതിൻ്റെ സാന്നിധ്യം. ആ പാട്ടിലൂടെ പൂർണ്ണമായ വിടുതൽ കിട്ടിയ ഒരാളാണ്. പക്ഷേ എന്തോ ഉണ്ടോ, ജനങ്ങളല്ലേ ഇതിനെ ഏറ്റെടുക്കുന്നത്. അവർ വീണ്ടും വീണ്ടും പാടുന്നത്. പക്ഷെ വേറൊരു പ്രയാസം സത്യം, ആ കാലത്ത് അത്രയും പാട്ടുകളെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്കതല്ല, ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് പാട്ടുകളാണ്. ഇതിലേതൊന്നും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പാടണ്ട. തന്നെയല്ല, അന്ന് സെക്യുലർ ഗാനങ്ങളും വളരെ കുറവായിരുന്നു, വളരെ കുറവാണ്. പിന്നെ കവിതകളൊക്കെ. അതെ, ആ കാലത്ത് നമ്മുടെ പി.ഡി. ജോൺ സാറ് പറയുന്നുണ്ട്, ആ കാലത്ത് ചില ഈ സെക്യുലർ സിനിമ പാട്ട് വെച്ചിട്ട് ആ ചൂണിൽ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, നാടകഗാനങ്ങൾ വെച്ചിട്ടുണ്ട്. വളരെ പ്രസിദ്ധമായ പല ഗാനങ്ങളും. പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെ ഒന്നും തുടങ്ങാം. അത് പാട്ടുകളുടെ കുറവ് കൊണ്ടും പാട്ടുകൾ കൂടുതൽ കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടും സാധ്യതകൾ കൊണ്ടും ആവാം അങ്ങനെയുള്ള പാട്ടുകൾക്ക് കൂടുതൽ പ്രചാരം ലഭിച്ചത്. പിന്നെ പാസ്റ്റുകൾ തീർച്ചയായിട്ടും പാട്ട് എഴുതാനായിട്ട് എഴുതിയാൽ ഏക്കത്തില്ല, തീർച്ചയായിട്ടും ജീവിതാനുഭവം അല്ലേ. ഒരു മഴയും തോരാതെ, ഒരു 32 റേഡിയേഷൻ കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു അച്ഛനാണ്. ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ എല്ലാം ദാനമല്ലേ. കനിവേറും സ്നേഹപിതാവ്. എനിക്കിപ്പോഴും അച്ഛൻ്റെ ആദ്യത്തെ പാട്ട് പോലും ഞാൻ ആശ്വാസദായകന എനിക്കേശു അരികിലുണ്ട്, എന്തെന്തു ഭാരങ്ങളേറി വന്ന എന്നെ കൈവിടാത്തവൻ. അങ്ങനെയുള്ള പാട്ടുകൾ ഇപ്പോഴും മനസ്സിൽ നിൽപ്പുണ്ട്. അനുഭവങ്ങളിൽ നിന്ന് എഴുതുന്ന പാട്ടുകൾക്ക് ഇന്നും. ഇപ്പൊ അടുത്ത കാലത്ത് നമുക്ക് വിൽസൺ ജയനാട്ടിലെ ഒരു പാട്ട്, ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, നിന്നതല്ല ഞാൻ, ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. ആ പാട്ട് പാടുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങ് കാരണം നേടിയെന്ന് പറയാൻ ഒന്നുമില്ല, ഒന്നുമില്ല. ഉടയ തമ്പുരാൻ തൻ്റെ പ്രിയനോട് ഉറക്കത്തിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ലഭിച്ചതല്ല. അത് നേടിയെന്ന് പറയാൻ ഒന്നുമില്ല, തമ്പുരാൻ്റെ കൃപയല്ല. അത് ഓരോ ദിവസവും കാണുന്നുമുണ്ട്. നീ നേടിയതൊന്നും അല്ല, അതിനപ്പുറത്ത് ദൈവം തമ്പുരാൻ്റെ ദാനം. ഓക്കെ, ഇത്രത്തോളം സമയം ഒന്നിച്ച് ചെലവഴിക്കാൻ സാധിച്ചല്ലോ. വിനോദ് സാറിന്റെ വൈഫിന്റെ പേര്? വൈഫിന്റെ പേര് വീണ. മക്കളുടെ പേരുകൾ? ഒരാളുടെ പേര് നന്മ പറഞ്ഞു. വീണ ഇവിടെ മാരാമണ് തന്നെയാണ് സ്വദേശം, മാരാമണാണ് വീണ. മക്കളിൽ മൂത്ത മകൻ ശരൺ ഉണ്ടായി കഴിഞ്ഞിട്ട് 14 വർഷം കഴിഞ്ഞപ്പോഴാണ് നന്മ ഉണ്ടാകുന്നത്. അപ്പം മോനിപ്പം കല്യാണമൊക്കെ കഴിഞ്ഞു കുവൈറ്റിൽ ജോലിയായി. മരുമകളുടെ പേര് ജിഷ. ഞങ്ങളിപ്പോൾ കുടുംബമായിട്ട്, അതായത് ഇതുപോലെ ഈ പാസ്റ്റോട് ഈ ഒരു റൂം അതിൻ്റെ തൊട്ടടുത്ത ഫ്ലാറ്റിൽ മക്കൾക്കും കിട്ടി. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു നേരം ഭക്ഷണം കഴിക്കാനെങ്കിലും വർത്താനം പറയാനെങ്കിലും ഒരുമിച്ച് കൂടാൻ കൂടുന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നു. സന്തോഷം. സാറേ, വളരെ സന്തോഷം ഒന്നിച്ച് അല്പസമയം പങ്കിടുവാൻ സാധിച്ചതിൽ. മനോഹരമായ പുതിയ ഗാനങ്ങൾ ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. അത് നിരവധി പേർക്ക് സംഗീതം പകർന്നു കൊടുക്കാൻ, അനവധി കുഞ്ഞുങ്ങളെ ക്രിസ്തീയ സംഗീത രംഗത്തേക്ക് കരം പിടിച്ച് നടത്താനായിട്ട് സാറിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പക്ഷേ നിങ്ങൾ വളരെ തിരക്കുള്ള ഒരു മീഡിയ ആണെന്ന് ഞങ്ങൾക്കറിയാം. ഞാൻ ഈ പോകുന്ന വഴിക്ക് ഹല്ലേലൂയ കാണാറുമുണ്ട്. ഈ തിരുവല്ലായിൽ ഇങ്ങോട്ട് മഞ്ഞാടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പം എല്ലായിടത്തും വ്യക്തമായ വഴി കാണിച്ചുകൊണ്ട് പാസ്റ്റർ ചെയ്യുന്ന ശുശ്രൂഷയും ഒരു വലിയ അനുഗ്രഹമാകട്ടെ. അയക്കൂട്ടത്തിൽ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരെ സ്വീകരിക്കാനും അല്പനേരം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിൽ നന്ദി. ഈ ഹല്ലേലൂയ മീഡിയയുടെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ നന്മകളും നേരുന്നു. തീർച്ചയായിട്ടും ഈ പ്രദേശത്ത് ദൈവം തരുന്ന ആയുസ് മുഴുവൻ കർത്താവിന് വേണ്ടി ജീവിക്കാനായിട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ നന്മകളും ഞങ്ങളും തരും. താങ്ക് യു.